ഒരു ബ്രിട്ടീഷ് ജയിലിൽ ഒരു നാസി പട്ടാളക്കാരൻ ഉണ്ടായിരുന്നു. അയാൾ ഒരു മികച്ച ഗോൾ കീപ്പറായിരുന്നു. ഒരിക്കൽ പോലും അയാൾ ഗോൾ വഴങ്ങിയതേയില്ല. ആ ജയിലിലെ ഫുട്ബോൾ മാനേജർ അവന്റെ കളി കാണുന്നു. അയാൾ ആ നാസി പട്ടാളക്കാരനെ ടീമിലെടുക്കാൻ തീരുമാനിക്കുന്നു. പക്ഷേ ബാക്കിയുള്ള ബ്രിട്ടീഷുകാർ ഒരു ജർമ്മൻകാരനെ ടീമിലെടുക്കുന്നത് ശക്തമായി എതിർത്തു. പക്ഷേ കോച്ച് തന്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു. കളി തുടങ്ങാൻ കുറച്ചു സമയം ബാക്കി നിൽക്കെ അവർക്കൊക്കെ ആ തീരുമാനത്തെ അംഗീകരിക്കേണ്ടി വരും. അന്ന് ആദ്യമായി ബർട്ട് ഗ്രൗണ്ടിലിറങ്ങി കളിച്ചു. എതിർ ടീമിന്റെ ഒരു ശക്തമായ ഷോട്ട് ബർട്ട് തകർപ്പൻ സേവിലൂടെ തട്ടിയകറ്റി. തുടരെയുള്ള ഷോട്ടുകൾ ബർട്ട് തട്ടിയകറ്റി. അയാൾ ഗോളിന് മുന്നിൽ ഒരു ഉരുക്കുകൂട്ട തന്നെ തീർത്തു. അയാളുടെ അസാമാന്യ സേവുകൾ കാണികളെ ഞെട്ടിച്ചു കളഞ്ഞു. മാത്രമല്ല അയാളുടെ ലോങ് ത്രോകൾ പെട്ടെന്നുള്ള കൗണ്ടർ അറ്റാക്കിങ്ങിന് വഴിവെച്ചു. കളി അവസാനിക്കുമ്പോൾ ഹാട്രിക് അസിസ്റ്റുമായി അയാൾ കളം നിറഞ്ഞു. അയാളുടെ ടീം 3-0 ഗംഭീര വിജയം നേടി. ബർട്ടിന്റെ പ്രകടനം മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഹെഡ് കോച്ചിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അങ്ങനെ ബർട്ടിനെ കോച്ച് മാഞ്ചസ്റ്റർ സിറ്റിയിലേക്ക് കൊണ്ടുപോയി. പ്രസ് കോൺഫറൻസിൽ ഒരു റിപ്പോർട്ടർ ബർട്ടിന്റെ നാസി ബാക്ക്ഗ്രൗണ്ടിനെ പറ്റി ചോദിക്കുന്നു. അവിടെ ഒരു നാസി വിരുദ്ധ പ്രക്ഷോഭം ഉടലെടുക്കുന്നു. വലിയൊരു തിരിച്ചടി നേരിട്ടെങ്കിലും ബർട്ടിനെ ഉപേക്ഷിക്കാൻ മാഞ്ചസ്റ്റർ സിറ്റി കോച്ച് തയ്യാറായില്ല. സ്പോർട്സ് എന്നത് അതിർവരമ്പുകൾ ഇല്ലാതാക്കുന്ന ഒന്നാണെന്ന് അയാൾ വിശ്വസിച്ചു. പക്ഷെ ബർട്ടിന് സ്വന്തം കാണികളുടെ കളിയാക്കലുകളും ചീത്തവിളികളും കേൾക്കേണ്ടി വന്നു. അയാൾ പക്ഷെ തകർന്നില്ല. അത്യുഗ്രൻ സേവുകളിലൂടെ അയാൾ തന്റെ ടീമിനെ വിജയത്തിലേക്ക് നയിച്ചു. അയാൾ എല്ലാ മുൻവിധികളെയും തകർത്തു കളഞ്ഞു. ആളുകൾ അയാളെ ആരാധിക്കാൻ തുടങ്ങി. 1962 FA കപ്പിൽ മാഞ്ചസ്റ്റർ സിറ്റി ബർമിംഗ്ഹാം സിറ്റിയെ നേരിടുന്നു. ഇരു ടീമുകളും ചാമ്പ്യനാകാനുള്ള പോരാട്ടത്തിൽ ഏർപ്പെട്ടു. കിക്ക് ഓഫോടുകൂടി ബർമിംഗ്ഹാം കളിയുടെ നിയന്ത്രണം ഏറ്റെടുത്തു. അവരുടെ തകർപ്പൻ ഷോട്ടുകൾ ബർട്ട് തന്റെ കൈകളിൽ ഒതുക്കി. അയാൾ ടീമിനെ ഒന്നടങ്കം ആവേശത്തിലാക്കി. കൗണ്ടർ അറ്റാക്കിങ്ങിന് സഹായിച്ചു. അങ്ങനെ അവർ ഒരു ഗോളിന് മുന്നിലായി. ബർമിംഗ്ഹാം അവരുടെ പരുക്കൻ കളി പുറത്തെടുത്തു. പെനാൽറ്റി ബോക്സിലേക്ക് വന്ന ബോൾ ബർട്ട് തന്റെ ശരീരം കൊണ്ട് തട്ടിയകറ്റി. ബോൾ കൈക്കലാക്കി ഒരു ലോങ് റേഞ്ച് ഷോട്ട് പായിച്ചു. അത് കൃത്യം ടീംമേറ്റിന് കിട്ടുകയും അയാൾ അത് ഗോളാക്കുകയും ചെയ്തു. ബർട്ടിന്റെ അസിസ്റ്റിൽ രണ്ടാം ഗോൾ പിറന്നു. കാണികൾ മുഴുവൻ ആവേശത്തിലായി. പക്ഷെ ഒരു കൗണ്ടർ അറ്റാക്കിങ്ങിൽ എതിർ ടീമിന്റെ ഒരു കിക്ക് ബർട്ടിന്റെ തലയ്ക്ക് ഏറ്റു. അയാൾ ബോധരഹിതനായി ഗ്രൗണ്ടിൽ വീണു. എല്ലാവരും പരിഭ്രാന്തരായി. പക്ഷെ അയാൾ എഴുന്നേറ്റ് നിന്നു. തലയ്ക്കുള്ളിലെ വേദന അയാൾ കാര്യമാക്കിയില്ല. അയാൾ കളി തുടരാൻ തീരുമാനിച്ചു. കടുത്ത വേദനയിലും അയാൾ അസാമാന്യ പ്രകടനം പുറത്തെടുത്തു. മാഞ്ചസ്റ്റർ സിറ്റി ചാമ്പ്യൻഷിപ്പ് നേടിയെടുത്തിരിക്കുന്നു. എല്ലാവരും ആഹ്ലാദത്തിലായി. പക്ഷേ ബർട്ട് അപ്പോഴേക്കും ബോധരഹിതനായി നിലത്ത് വീണു. അയാളുടെ പരിക്ക് വളരെ വലുതായിരുന്നു. പക്ഷേ അയാളുടെ പ്രകടനം ഏറ്റവും വലിയ ഹീറോയിക് മൊമെന്റായി ലോകം വാഴ്ത്തി.